ഭക്തിനിർഭരമായ കാത്തിരിപ്പിന് വിരാമം. ചരിത്രപ്രസിദ്ധമായ അരൂർ വട്ടകേരിൽ ശ്രീ ഖണ്ഡാകർണ ക്ഷേത്രത്തിൽ തിരുവോത്സവത്തിന് ഗന്ധർവസ്വാമിക്ക് പള്ളിക്കാപ്പ് ചാർത്തലോടുകൂടി ആരംഭം കുറിക്കുന്നു. 1201 ആണ്ടിലെ ഈ പുണ്യ മഹോത്സവം 2026 മാർച്ച് 4 മുതൽ 8 വരെ നടക്കുന്നു. 5 നാളുകൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ: ഗന്ധർവക്കളം, സർപ്പക്കളം, മഹാദീപാരാധന, മറിവിളക്കെഴുന്നള്ളിപ്പ്, പ്രൗഢഗംഭീരമായ 27ഓളം ഗരുഡ വാഹനം എഴുന്നള്ളിപ്പ്, വർണ്ണാഭമായ താലപ്പൊലി, അങ്ങനെ വിശേഷപ്പെട്ട ചടങ്ങുകളാൽ അരൂർ ഭക്തിസാന്ദ്രമാകും. കൂടാതെ മാർച്ച് 15-ന് ഐശ്വര്യദായകമായ 7ാം പൂജയും വട്ടകേരിൽ ശ്രീ ഖണ്ഡാകർണ സ്വാമിയുടെയും ശ്രീ ഭദ്രകാളി അമ്മയുടെയും അനുഗ്രഹം തേടി നമുക്കൊന്നിക്കാം. ഭക്തിയും കലയും ഒത്തുചേരുന്ന ഈ മഹാമഹത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പെരുമ്പടപ്പിൽ കുടിവെള്ളക്ഷാമം. കോളനി നിവാസികൾ വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കോളം നിവാസികൾ അനുഭവിക്കുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമാഗമം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. എഡ്രാക് പള്ളുരുത്തി മേഖലാ പ്രസിഡന്റ് എ ജോർജ് ഉദ്ഘാടനം ചെയ്തു. സമാഗമം അസോസിയേഷൻ പ്രസിഡന്റ് അഫ്സൽ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗത്തിൽ സെക്രട്ടറി സഞ്ജയ് കുമാർ, ജോയിന്റ് സെക്രട്ടറിമാരായ ജിതേഷ് പീറ്റർ, അശ്വജിത്ത്, ഗജാഞ്ചി കണ്ണൻ, വൈസ് പ്രസിഡന്റ് മണി കെ എം തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. സമാഗമം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റിയിൽ ഒരു പ്രതിഷേധ സംഗമം നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ AXC നമുക്ക് വെള്ളം വരുവാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി തരാമെന്നും 2 ദിവസത്തിനുള്ളിൽ വെള്ളം നമുക്ക് സുലഭമായ രീതിയിൽ തരാമെന്ന് ഉറപ്പ് തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സമരം അവസാനിപ്പിച്ചിട്ടുള്ളത്. വേറൊരു ജലസ്രോതസ്സും ഇല്ലാത്ത പെരുമ്പടപ്പ് കോണം പ്രദേശത്തെ നിവാസികൾക്ക് 1 മാസത്തിലേറെയായി വെള്ളം വരാതെ വളരെ ദുരിതത്തിലാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വേറൊരു വെള്ളമില്ലാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ കുടിവെള്ളം, ഈ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളത്തെ മാത്രം ആശ്രയിച്ചാണ് നമ്മുടെ ഓരോ കുടുംബവും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1 മാസത്തിലേറെയായി വന്നവിടെ വെള്ളം പൊട്ടിച്ച് വെള്ളമൊക്കെ നോക്കുകയല്ലാതെ വെള്ളം യാതൊരുവിധ ശാശ്വത പരിഹാരവും ഉണ്ടായിട്ടില്ല. അവർ 2 ദിവസത്തിനുള്ളിൽ ശാശ്വതമായ പരിഹാരം തരാമെന്ന് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരം ഞങ്ങൾ പിൻവലിച്ചിട്ടുള്ളത്. ഇനിയും ഈ അവസ്ഥ തുടർന്നാൽ ശക്തമായ ഒരു സമരമുറയിലേക്ക് ഞങ്ങൾ പോകേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഞങ്ങൾ ഈ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.